Okay. Today we are dealing with the topic life cycle assessment. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ തേർഡ് മൊഡ്യൂൾ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ് ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ടൂൾസ് അതിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ എൻവയോൺമെന്റ് മാനേജ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടൂൾസ് അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മൊഡ്യൂളിൽ. അപ്പൊ അതിൽ നമ്മൾ എന്തൊക്കെയാണ് കഴിഞ്ഞത്? എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്താന്ന് പറഞ്ഞു, അതിൽ അണ്ടറിൽ വരുന്ന ISO സർട്ടിഫിക്കേഷൻസിനെ കുറിച്ച് പറഞ്ഞു. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ISO 14001 പറയുന്ന ആ ഒരു സ്റ്റാൻഡേർഡ്സ് എന്താന്നുള്ളത് അതിന്റെ ഡീപ്പായിട്ട് നമ്മൾ നോക്കി. പിന്നെ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ISO അല്ലെ? ISO കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പഠിക്കാനുള്ളത് LCA അഥവാ ലൈഫ് സൈക്കിൾ അസസ്മെന്റ് ഓർ ലൈഫ് സൈക്കിൾ അനാലിസിസ്. അപ്പൊ ഇനി നമ്മൾ അതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലൈഫ് സൈക്കിൾ അസസ്മെന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. LCA ഓർ ലൈഫ് സൈക്കിൾ അസസ്മെന്റ് എന്നും പറയും, ലൈഫ് സൈക്കിൾ അനാലിസിസ് എന്നും പറയും. ഓക്കെ, അപ്പൊ എന്താണ് ലൈഫ് സൈക്കിൾ അസസ്മെന്റ് ഓർ അനാലിസിസ് നോക്കാം. Life cycle analysis is a technique which is used to analyze the environmental impacts which are an outcome of the processes involved in the life cycle of a particular product. അപ്പം ഈ ലൈഫ് സൈക്കിൾ അസസ്മെന്റ് വരുന്നത് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിന്റെ അതിന്റെ മുഴുവൻ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്തൊക്കെ നമ്മൾ ബൈ പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ, അത് മുതൽ അതിന്റെ ലാസ്റ്റ് ലൈഫ് സൈക്കിൾ എൻഡ് വരെ, അതിന്റെ ലൈഫ് എൻഡ് വരെയുള്ള ഒരു അനാലിസിസിനെയാണ് നമ്മൾ എന്ത് പറയാ? ലൈഫ് സൈക്കിൾ അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു ഇൻഡസ്ട്രിയിലുള്ള ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് എങ്ങനെയാണോ അത് വിപണിയിൽ എത്തുന്നത്, അത് എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ, ആ ഇൻഗ്രീഡിയൻസ് തൊട്ട് അതിന്റെ ആ ഒരു പ്രൊഡക്റ്റിന്റെ എൻഡ് സൈക്കിൾ വരെ, എൻഡ് ലൈഫ് വരെ, ലാസ്റ്റ് അതിന്റെ എൻഡ് ലൈഫ് വരെയുള്ള ഒരു അനാലിസിസിനെയാണ് എന്ത് പറയാ? ലൈഫ് സൈക്കിൾ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ലൈഫ് സൈക്കിൾ അനാലിസിസ് ഈസ് എ ടെക്നിക് which is used to analyze the environmental impacts which are an outcome of the processes involved in the life cycle of a particular product. ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ അതിൽ വരുന്ന അതിന്റെ പ്രൊഡക്ഷന്റെ അതിന്റെ പ്രോസസ്സിൽ വരുന്ന എല്ലാ പ്രോസസ്സും എല്ലാ ഇൻഗ്രീഡിയൻസിനും മൊത്തം അനലൈസ് ചെയ്ത് അത് നമ്മുടെ എൻവയോൺമെന്റിനെ എത്രമാത്രം ഇമ്പാക്ട് ചെയ്യുന്നു, അതും എൻവയോൺമെന്റും തമ്മിലുള്ള ഇമ്പാക്ട്, ഒരു ഇന്ററാക്ഷൻ, അത് ഏതൊക്കെ തരത്തിൽ അത് എൻവയോൺമെന്റിനെ ഇമ്പാക്ട് ചെയ്യുന്നു, ഇതെല്ലാം നമ്മളെല്ലാം ഈ ഒരു ടൂൾസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? ടു പ്രൊട്ടക്ട് അവർ എൻവയോൺമെന്റിൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനും അതിനെ പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൂൾസും ISO സ്റ്റാൻഡേർഡ്സ് ആയിക്കോട്ടെ, ഇങ്ങനെ LC ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള എല്ലാ ടൂൾസും നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ ടെക്നിക്സും യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ടു പ്രൊട്ടക്ട് അവർ എൻവയോൺമെന്റ് അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ്, ഒരു ഇൻഡസ്ട്രിയിലുള്ള ഒരു ടൂളാണ് ലൈഫ് സൈക്കിൾ അനാലിസിസ് എന്ന് പറയുന്നത്. ഇതും ISO സ്റ്റാൻഡേർഡിന്റെ അണ്ടറിൽ വരുന്ന ഒരു ടൂളാണ്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് ടു അനലൈസ് the environmental impact which are an outcome of the processes involved in the life cycle of a particular product. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രൊഡക്ഷനിൽ എന്തൊക്കെ കുറെ ബൈ പ്രൊഡക്ട്സ് വരും അല്ലെ? ഇപ്പൊ മാർക്കറ്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാണ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ആ ഒരു ഫാക്ടറി, ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും ധാരാളം പൊല്യൂട്ടൻസും എമിഷൻസും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ബൈ പ്രൊഡക്ട്സിനൊക്കെ എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ് അത് നമ്മുടെ എൻവയോൺമെന്റിൽ, എന്തൊക്കെ ഇമ്പാക്ട്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തുന്നത്. പോസിറ്റീവ് ചേഞ്ചസും ഉണ്ടാകും, നെഗറ്റീവ് ചേഞ്ചസും ഉണ്ടാവും അല്ലെ? നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോസിറ്റീവ് ചേഞ്ചസും ഉണ്ടാകും, നെഗറ്റീവ് ചേഞ്ചസും ഉണ്ടാവും എന്നുള്ളത്. അഡ്വേഴ്സ് ചേഞ്ചസും ഉണ്ടാവും, ബെനിഫിഷ്യൽ ചേഞ്ചസും ഉണ്ടാവും. അപ്പൊ എന്തൊക്കെ ചേഞ്ചസ് ആണ്, എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ് നമ്മുടെ എൻവയോൺമെന്റിന് അത് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ഉണ്ടാകുന്നത്, ഈ മൊത്തം പ്രോസസ്സും ചെക്ക് ചെയ്യുക, അനലൈസ് ചെയ്യുന്ന ഈ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് പറയാ? ലൈഫ് സൈക്കിൾ അനാലിസിസ്. ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ആ ഒരു പ്രൊഡക്റ്റിന്റെ എന്തൊക്കെ തൊട്ട് ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു അനാലിസിസ്, അതിനാണ് ലൈഫ് സൈക്കിൾ അനാലിസിസ് എന്ന് പറയുന്നത്. It is also known as cradle to grave or life cycle assessment. Cradle to grave എന്ന് പറയും.
ഇതിന് ഒരു വേറൊരു പേരുണ്ട്, ക്രേഡിൽ ടു ഗ്രേവ് എന്ന് പറയും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ക്രേഡിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അല്ലെ, തൊട്ടില്. അപ്പൊ ജനനം മുതൽ അങ്ങ് അത് എങ്ങനെയാണോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ മുതൽ അതിന്റെ എൻഡ് ലൈഫ് വരെ, അത് ലാസ്റ്റ് ആ പ്രൊഡക്റ്റ് എങ്ങനെയാണോ എൻഡ് ചെയ്യുന്നത് അതുവരെയുള്ള ഒരു അനാലിസിസ്. അതുകൊണ്ടാണ് ക്രേഡിൽ ടു ഗ്രേവ് എന്ന് അതിനൊരു പേര് വരാനുള്ള കാരണം. അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഉള്ള ഒരു അനലൈസ് ആണ് ഈ ഒരു ക്രേഡിൽ ടു ഗ്രേവ് അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ അനാലിസിസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നമ്മൾ എൻവയോൺമെന്റൽ ടൂൾസിനെ, അസസ്മെന്റ് ടൂൾസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അസസ്മെന്റ് ടൂളിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അത് പറഞ്ഞു, ISO സർട്ടിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് LCA ലൈഫ് സൈക്കിൾ അസസ്മെന്റ് ആണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ. ഓക്കെ, അപ്പം ഈ ഒരു ലൈഫ് സൈക്കിൾ അസസ്മെന്റ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്ക് ആണെന്ന് പറഞ്ഞു അല്ലെ, ഒരു പ്രൊസീജിയർ ആണെന്ന് പറഞ്ഞു. ആ പ്രൊസീജിയറിൽ ധാരാളം എന്തുണ്ടാവും, സ്റ്റേജസ് ഉണ്ട്. അതിന് ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്. ഓക്കെ, അപ്പൊ സ്റ്റേജസ് ഓഫ് പ്രൊഡക്ട്സ് ലൈഫ് സൈക്കിൾ. അപ്പൊ ഞാൻ അവിടെ സൈഡിൽ ഒന്ന് കാണിച്ചിട്ടുണ്ട്, ഒന്ന് നോക്കേ. ഇവിടെ എഴുതിയിരിക്കുന്നത് LCA is an approach that covers the whole life cycle of a product or service, usually from cradle to grave. അതായത് അതിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഒരു പ്രോസസ്സിനെ, ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റിനെ, അല്ലെങ്കിൽ ഒരു സർവീസ് ആണെങ്കിൽ സർവീസിനെ, അല്ലെങ്കിൽ ഒരു പ്രോസസ് ആണെങ്കിൽ ആ പ്രോസസ്സിനെ മുഴുവൻ തുടക്കം മുതൽ അവസാനം വരെ അനലൈസ് ചെയ്യുക. അതിന്റെ എല്ലാം കവർ ചെയ്ത്, അതിന്റെ ഹോൾ ലൈഫ് സൈക്കിൾ കവർ ചെയ്ത് അതിനെ അനലൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്, ആ ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ എന്താ പറയാ, ക്രേഡിൽ ടു ഗ്രേവ് എന്ന് പറയുന്നത്. അതായത് ദാറ്റ് ഈസ് ഫ്രം റോ മെറ്റീരിയൽ എക്സ്ട്രാക്ഷൻ ടു മാനുഫാക്ചറിങ്. അതായത് റോ മെറ്റീരിയൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന് റോ മെറ്റീരിയൽസ്, ഇൻഗ്രീഡിയൻസ് വേണമായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മള് ഒരു പെന്നിന്റെ പ്രൊഡക്ഷൻ ആണെങ്കിൽ എന്തിന് വേണം, അതിന് പ്ലാസ്റ്റിക്, അതിനായിട്ടുള്ള പോളിത്തീൻസ് വേണം അല്ലെ. അതിന് അനുസരിച്ചുള്ള പോളിത്തീൻസ്, അതിന്റെ മെറ്റാലിക് നിബിന് വേണ്ടിയിട്ടുള്ള മെറ്റാലിക് കണ്ടൻസ്, അപ്പൊ അങ്ങനെയുള്ള റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. അപ്പൊ അതിന്റെ ഒരു എക്സ്ട്രാക്ഷൻ മുതൽ, അതെങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്, ആ ഒരു എക്സ്ട്രാക്ഷൻ മുതൽ മാനുഫാക്ചറിങ്, അത് ഉണ്ടാക്കുന്നതും, പാക്കേജിങ്, ഡിസ്ട്രിബ്യൂഷൻ, യൂസ് ആൻഡ് എൻഡ് ഓഫ് ദി ലൈഫ്, ഇത്രയും കാര്യങ്ങൾ എന്തിൽ വരും, LCA ഇൻവോൾവ് ആണ്. LCA എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റോ മെറ്റീരിയൽസ് മുതൽ, റോ മെറ്റീരിയൽ എക്സ്ട്രാക്ഷൻ തൊട്ടിട്ട് മാനുഫാക്ചറിങ്, പാക്കേജിങ്, ഡിസ്ട്രിബ്യൂഷൻ, യൂസ് ആൻഡ് എൻഡ് ഓഫ് ദി ലൈഫ്, അതെങ്ങനെയാണ് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവുന്നത് അതുവരെയുള്ള പ്രോസസ്സ്, ആ ഒരു അനലൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, LCA എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ സൈഡിൽ നോക്കിക്കോ. അപ്പൊ അത് തന്നെ കാണിച്ചിട്ടുള്ളത് എന്താ, ഫസ്റ്റ് ഡിസൈൻ, അതെങ്ങനെ ഡിസൈൻ അല്ലെ, അത് ഡിസൈൻ ചെയ്തെടുക്കുന്നത്, പിന്നെ അതിന്റെ പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ്, ദെൻ ഡിസ്ട്രിബ്യൂഷൻ, ദെൻ കസ്റ്റമറുടെ അടുത്തെത്തും അല്ലെ. ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ് അത് പിന്നെ ആ ഒരു പ്രൊഡക്റ്റ് എത്തുന്നത് കസ്റ്റമറുടെ അടുത്തെത്തും. ആ കസ്റ്റമറുടെ അടുത്തെത്തിയാലും ആ ഒരു അനലൈസ് എന്ത് ചെയ്യുന്നില്ല, അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ദെൻ ആ കസ്റ്റമർ അത് എങ്ങനെയൊക്കെ അതിന്റെ ആ പ്രൊഡക്റ്റ് എങ്ങനെയാണോ ഈ ഒരു എൻവയോൺമെന്റിൽ നിന്നും ഇല്ലാതാവുന്നത്, അത് നാമാവശേഷമാകുന്നത്, അതുവരെയുള്ള ഒരു സൈക്ലിക് പ്രോസസ്സ്, അതിന് വരെയുള്ള ഒരു സൈക്ലിക് അനാലിസിസിനാണ് എന്ത് പറയുന്നത്, ലൈഫ് സൈക്കിൾ അനാലിസിസ് ഓർ ലൈഫ് സൈക്കിൾ അസസ്മെന്റ്. ഷോർട്ട് ആയിട്ട് എന്ത് പറയും, LCA എന്ന് പറയും. അതിന് ഓൾസോ നോൺ ആസ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്രേഡിൽ ടു ഗ്രേവ്. ഓക്കെ, then ISO defined LCA as, അപ്പൊ ISO എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഈ ISO LCAക്ക് ഒരു പ്രത്യേകം ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. A technique for assessing the environmental aspects and potential impacts associated with a product by compiling an inventory of relevant inputs and outputs of a product system and evaluating the potential environmental impacts associated with those inputs and outputs and interpreting the results of the inventory analysis and impact assessment phases in relation to the objectives of the study. അത് തന്നെ. അപ്പൊ ISO ഇതിന് പ്രത്യേക ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. LCAക്ക് ISO ഒരു പ്രത്യേക നിർവചനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ISO എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ISO എന്താണെന്നുള്ളത്. ഇറ്റ് ഈസ് എ ടെക്നിക് ടു അനലൈസ് ദ എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് which are an outcome of the process involved in the life cycle of a particular product. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാം. പക്ഷെ ISO എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ സ്പെഷ്യൽ ആയിട്ടൊന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ പറയുന്നത്. ISO പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് എ ടെക്നിക് ഫോർ അസസിംഗ് ദ എൻവയോൺമെന്റൽ ആസ്പെക്ട്സ്. എന്തായിരുന്നു എൻവയോൺമെന്റൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്? നമ്മൾ ഇന്നലെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻവയോൺമെന്റൽ ആസ്പെക്ട്സ്
എന്ന് പറയുന്നത് എന്താ? എക്സാമ്പിൾസ് പറഞ്ഞേ. എൻവയോൺമെന്റൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നതിന് എക്സാമ്പിള് പറഞ്ഞേ. ആരാ? അനുഷ്ക. എന്തായിരുന്നു എൻവയോൺമെന്റൽ ആസ്പെക്ട്സ്? വാട്ട് യു മീൻ ബൈ എൻവയോൺമെന്റൽ ആസ്പെക്ട്സ്? ഒരു ഓർഗനൈസേഷൻ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു കാര്യത്തിനല്ലേ? ഓർഗനൈസേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന കാര്യത്തിനാണോ എൻവയോൺമെന്റൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്? ആ ഒരു ടേമിൽ തന്നെ ഉണ്ടല്ലോ എൻവയോൺമെന്റൽ ആസ്പെക്ട്സ്. എൻവയോൺമെന്റൽ ആസ്പെക്ട്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻവയോൺമെന്റൽ ഇമ്പാക്ട്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിന് ഇന്ററാക്ട് ചെയ്യുന്നതിനാണ് അല്ലെ, എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? എൻവയോൺമെന്റൽ ആസ്പെക്ട്സ്. ഒരു ഓർഗനൈസേഷൻ നോക്കുകയാണെങ്കിൽ അതിന്റെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് റിലേറ്റഡ് ആണ്, ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ എമിഷൻസ്, ആ ഒരു പ്രോസസ്സ്, അതിന്റെ മൊത്തം പ്രോസസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആകുന്നുണ്ട് അല്ലെ. അങ്ങനെയുള്ള എൻവയോൺമെന്റുമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ആകുന്നുണ്ടോ, ആ ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ, ആ കാര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? എൻവയോൺമെന്റൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. അപ്പം ISO ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ടെക്നിക്, LCN എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് എ ടെക്നിക് ഫോർ അസസിംഗ് ദ എൻവയോൺമെന്റൽ ആസ്പെക്ട്സ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ട്? അതൊരു ടെക്നിക് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ അസസിംഗ് ദി എൻവയോൺമെന്റൽ ആസ്പെക്ട്സ് ആൻഡ് പൊട്ടൻഷ്യൽ ഇമ്പാക്ട് അസോസിയേറ്റഡ് വിത്ത് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട എൻവയോൺമെന്റൽ ആസ്പെക്ട്സും പൊട്ടൻഷ്യൽ ഇമ്പാക്ട്സ്. പൊട്ടൻഷ്യൽ ഇമ്പാക്ട്സ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അതിനൊക്കെ അസസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ബൈ കമ്പൈനിങ് ആൻ ഇൻവെന്ററി ഓഫ് റെലവന്റ് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ് ഓഫ് എ പ്രൊഡക്റ്റ് സിസ്റ്റം. ബൈ കമ്പൈനിങ് എന്ത് ചെയ്യും? എല്ലാം കൂടെ ആൻ ഇൻവെന്ററി റിലവന്റ് ഓഫ് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ്. അതിലുള്ള എന്തൊക്കെ ഇൻപുട്സ് ഉണ്ടല്ലോ, ഒരു മെറ്റീരിയൽ, ഒരു പ്രൊഡക്റ്റിന് എന്തൊക്കെ ഇൻപുട്സ് വേണോ, അതിന്റെ ഔട്ട്പുട്സ് എല്ലാം കൂടെ ഇൻവെന്ററി, അതിന്റെയൊക്കെ മൊത്തം ഇൻവെന്ററി ആയിട്ടുള്ള ഒരു കമ്പൈൽ ചെയ്തിരിക്കുന്ന ഒരു അസസ്മെന്റ്. And evaluating the potential environmental impacts associated with those inputs and outputs. മാത്രമല്ല എന്തും ചെയ്യുന്നുണ്ട്, ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും മാത്രമല്ല കമ്പയർ ചെയ്തിരിക്കുന്നത്, ഇതിന്റെ ഔട്ട്പുട്ട്സ്, ഇതിന്റെ ഇൻപുട്സും ഔട്ട്പുട്സും എത്രത്തോളം നമ്മുടെ എൻവയോൺമെന്റിനെ ഇമ്പാക്ട് ചെയ്യുന്നു അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതും. ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദി റിസൾട്ട്സ് ഓഫ് ദി ഇൻവെന്ററി അനാലിസിസ്. അങ്ങനെ ഒരു ഇൻവെന്ററി അനാലിസിസ് ഉണ്ടാവും. ഇൻപുട്സും ഔട്ട്പുട്സും ഒക്കെ ഇൻവെന്ററി അനാലിസിസിന് വിധേയമാക്കും. അത് മാത്രമല്ല അതിനെ എന്തും കൂടെ ചെയ്യും? ഒന്ന് കോർഡിനേറ്റ് ചെയ്യും, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യും, അതിനെ മൊത്തം സമ്മറൈസ് ചെയ്യും. ആ ഒരു റിസൾട്ടിന്, ഇൻവെന്ററി അനാലിസിസിൽ ഉണ്ടാവുന്ന ആ റിസൾട്ടിനെ സമ്മറൈസ് ചെയ്യും. ആൻഡ് ഇമ്പാക്ട് അസസ്മെന്റ് ഫേസസ് ഇൻ റിലേഷൻ ടു ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റഡി. ഇങ്ങനെയുള്ള എല്ലാ പഠനങ്ങളുടെയും ഒരു മൊത്തത്തിലുള്ള ഒരു ക്രോഡീകരണമുള്ള ഒരു ടെക്നിക്കിനെയാണ് എന്ത് പറയുന്നത്? LCA എന്ന് ISO ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ISO ഇതിൽ വരുന്ന ഈ ഒരു കാര്യങ്ങള്, ISO ഇതിനായിട്ട് 4 ഫേസസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിനു മുമ്പ് 2 തരം ISO ആണ്. ടൈപ്സ് ഓഫ് LCA ആണ് നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് LCA: attributional LCA and consequential LCA. 2 types of LCAs are there. First one is attributional LCA and second one is consequential LCA. Okay, the first one it is seek to establish the burden associated with the protection and use of a product at a point of time. ഒരു സമയത്ത് ഒരു പ്രൊഡക്റ്റിന്റെ അത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് അസോസിയേറ്റഡ് ചെയ്യുന്നത് ഒരു ടൈമിൽ, ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അത് എന്തൊക്കെയാണ്, ഇതാണ് പ്രൊഡക്ഷൻ ടൈം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനാലിസിസ്, അതിനെയാണ് attributional LCA എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Consequential LCA എന്ന് പറയുന്നത് seek to identify the environmental consequences of a decision or a proposed change in a system under study. അതായത് ഫ്യൂച്ചറിൽ അത് എങ്ങനെയൊക്കെ അത് ബാധിക്കാം, നമ്മുടെ എൻവയോൺമെന്റിൽ ബാധിക്കാം എന്നുള്ളത്, കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, എൻവയോൺമെന്റൽ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്നുള്ളത് ആ ഒരു ടൈപ്പിലുള്ള LCA അനാലിസിസിനെയാണ് നമ്മൾ എന്ത് പറയാ? കോൺസിക്വൻഷ്യൽ LCA, ലൈഫ് സൈക്കിൾ അസസ്മെന്റ് എന്ന് പറയുന്നത്. 2 ടൈപ്സ്, പേര് മാത്രം ഒന്ന് ഓർത്തിരിക്കാം. 2 ടൈപ്സ് LCAs ആണുള്ളത്, attributional LCA ആൻഡ് consequential LCA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ISO ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ISO പറഞ്ഞിട്ടുണ്ട് ഇതിൽ പല സ്റ്റേജസ് ഉണ്ട് അല്ലെ. നമ്മുടെ എന്ത് ചെയ്യാം,
ഫസ്റ്റ് ഒരു നമ്മുടെ ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും ഒക്കെ ഒന്ന് കമ്പൈൽ ചെയ്യാതെ ഇവാലുവേറ്റ് ചെയ്യാതെ ഇന്റർപ്രറ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ മൊത്തം ക്രോഡീകരിക്കുന്ന ഒരു ടെക്നിക്കിനെയാണ് LCA ആയിട്ട് ISO ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ISOയുടെ ഭാഗമായിട്ട് ISO ഇതിനെ ഒരു 4 ഈ ഒരു പ്രോസസ്സിനെ, ഈ ഒരു അനലൈസിനെ 4 സ്റ്റേജസ് ആയിട്ട്, 4 ഫേസസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലൈഫ് സൈക്കിൾ അസസ്മെന്റിനെ 4 ഫേസസ് ആണ് ആര് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ISO ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഫേസസ് ഓഫ് ലൈഫ് സൈക്കിൾ അനാലിസിസ് ഓർ ലൈഫ് സൈക്കിൾ അസസ്മെന്റ്. ദ 4 മെയിൻ ഫേസസ് ഓഫ് LCR. ISO പറഞ്ഞിരിക്കുന്നത് ഇതിന് മെയിൻ ആയിട്ടുള്ള 4 സ്റ്റേജസ് ആണ് ഉള്ളത്, 4 ഫേസസ് ആണ് ഉള്ളത്. അപ്പൊ അത് ഏതൊക്കെയാണ് നോക്കാം. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഫേസസ് ഓഫ് ലൈഫ് സൈക്കിൾ അനാലിസിസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗോൾ ആൻഡ് സ്കോപ്പ് ഡെഫിനിഷൻ. Then second one is inventory analysis. Third one is impact assessment. And last one is interpretation. Okay. ഇത്രയും കാര്യങ്ങളാണ് ഫേസസ് ഓഫ് ലൈഫ് സൈക്കിൾ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓരോന്നും എന്താണെന്ന് നോക്കാം. The procedures of LCA are part of ISO 14,000 environmental management standards developed by ISO. അപ്പം ഈ LCAന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഈ ഒരു ISOയുടെ ഭാഗമായിട്ടുള്ളതാണ്. ISO എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കുറെ സ്റ്റാൻഡേർഡ്സ്, കുറെ സീരീസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ISO 14,000 എന്ന് പറയുന്ന സീരീസിൽ വരുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് ISO 14,001 എന്ന് പറയുന്ന എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ISO 14,001 ഉണ്ട്, ISO 14,002 ഉണ്ട്, ISO 14,003 ഉണ്ട്, ISO 14,004 ഉണ്ട്. അപ്പൊ ISO 14,001 to ISO 14,004 വരെയുള്ള ആ 4 സ്റ്റാൻഡേർഡ്സിലും ഓരോ ഫേസസിനെ ഇൻവോൾവ് ആക്കി. അതായത് നമ്മൾ 4 ഫേസസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഗോൾ ആൻഡ് സ്കോപ്പിനെ അത് ഏതിന്റെ അണ്ടറിൽ വരുന്നതാ? ISO 14,001 അണ്ടറിൽ വരും. ഇൻവെന്ററി അനാലിസിസ് എന്ന് പറയുന്നത് ISO 14,002 വരും. ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത് ISO 14,003 വരും. ദെൻ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ISO 14,004 വരും. അപ്പൊ ISO 14,001 to ISO 14,004 വരെയുള്ള സ്റ്റാൻഡേർഡ്സിലാണ് ഈ ഫേസസ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഓക്കെ, ഈ LCAയുടെ ഫേസസ് ഓരോന്നും, ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ISO 14,001 സ്റ്റാൻഡേർഡ്സിൽ വരുന്നതാണ്. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ISO 14,002 അണ്ടറിൽ വരുന്നതാണ്. ദെൻ തേർഡ് ഫേസ് എന്ന് പറയുന്നത് ISO 14,003 അണ്ടറിൽ വരുന്നതാണ്. ദെൻ ഫോർത്ത് ഫേസ് എന്ന് പറയുന്നത് ISO 14,004 അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത് ദ പ്രൊസീജിയേഴ്സ് ഓർ ഫേസസ് ഓഫ് LCA ആർ പാർട്ട് ഓഫ് ISO 14,000. ഇതിന്റെ LCAയുടെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഫേസസ് എന്ന് പറയുന്നത് ISO 14,000 ഭാഗമാണ്. ISO ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ISO 14,000 ഭാഗമായിട്ട് വരുന്നത്. ISO 14,000 എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ് ആണ് ISO 14,000 എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അണ്ടറിലാണ് എന്ത് വരുന്നത്? ഈ LCAയുടെ എല്ലാ ഫേസസ് അല്ലെങ്കിൽ LCAയുടെ എല്ലാ പ്രൊസീജിയേഴ്സും വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണ്? നിങ്ങൾക്ക് പറയുന്നത് ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. LCA ഒരു ഡയഗ്രാം വരച്ചിട്ടുള്ളത് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ ISO 14,000 to 04 ആണ് കേട്ടോ. അവിടെ കുറച്ച് 00 to 04 ആണ്. ISO 14,000 to ISO 14,004 വരെ. അപ്പൊ ഫസ്റ്റ് വൺ പറയുന്നത് ഗോൾ ആൻഡ് സ്കോപ്പ് ഡെഫിനിഷൻ. അതെന്തിനാ? ഡിറ്റർമിനിങ് ദ ബൗണ്ടറീസ് ഫോർ സ്റ്റഡി. ഫസ്റ്റ് ഒരു പ്ലാനിങ് പോലെ ഗോൾ ആൻഡ് സ്കോപ്പ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഗോൾ ആൻഡ് സ്കോപ്പ്, എന്തൊക്കെ കാര്യങ്ങളാണ് അത് എയിം ചെയ്യുന്നത്, അതിനുള്ള മൊത്തത്തിലുള്ള ഒരു കേസ് സ്റ്റഡി. അതാണ് ഗോൾ ആൻഡ് സ്കോപ്പ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റ്, ഒരു മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഒരു പ്രൊഡക്ഷന്റെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതിന്റെ സ്കോപ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒരു മൊത്തത്തിലുള്ള ഒരു കേസ് സ്റ്റഡി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗോൾ ആൻഡ് സ്കോപ്പ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ദെൻ അത് ഫോളോ ചെയ്യുന്നത് ഇൻവെന്ററി അനാലിസിസ് ആണ്. അതായത് ഡാറ്റ ഓൺ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ് ക്വാണ്ടിറ്റീസ് ഫോർ ഓൾ റെലവന്റ് പ്രോസസ്സസ്. പിന്നെ എന്ത് ചെയ്യുക? ഇൻവെന്ററി അനാലിസിസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു കേസ് സ്റ്റഡിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഡാറ്റാസും, അതിന് വേണ്ട എല്ലാ ഡാറ്റാസും കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? മൊത്തത്തിലൊരു അനലൈസ് ചെയ്യുക, മൊത്തത്തിൽ ഒന്ന് ക്രോഡീകരിക്കുക. അതിനാണ് ഇൻവെന്ററി അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രൊഡക്റ്റ് എന്തൊക്കെ ഗോൾസ് ആണ്, എന്തൊക്കെ സ്കോപ്സ് ആണ് ഉള്ളത്, അതിന്റെ ഡെഫിനിഷൻ, അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതൊക്കെ മൊത്തത്തിലൊരു കേസ് സ്റ്റഡി, ഒരു പ്ലാനിങ് ഉണ്ടാക്കും. ദെൻ ഇൻവെന്ററി അനാലിസിസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡാറ്റാസും, അതിന്റെ ഇൻപുട്സിന് വേണ്ട എല്ലാ ഡാറ്റാസും കളക്ട് ചെയ്ത് അതിനൊന്ന് ക്രോഡീകരിക്കുക. ദെൻ
ഇമ്പാക്ട് അസസ്മെന്റ്. ദെൻ തേർഡ് സ്റ്റേജ് അല്ലെങ്കിൽ തേർഡ് ഫേസ് എന്ന് പറയുന്നത് ഇമ്പാക്ട് അസസ്മെന്റ് ആണ്. കോൺട്രിബ്യൂഷൻ ടു ഇമ്പാക്ട് കാറ്റഗറീസ് സച്ച് ആസ് എനർജി കൺസംഷൻ ത്രൂ നോർമലൈസേഷൻ ആൻഡ് വെയിങ്. ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള എല്ലാ ഡാറ്റയും കളക്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാകും അല്ലെ, ഇത് നമ്മുടെ എൻവയോൺമെന്റിൽ എത്രത്തോളം ബാധിക്കുന്നുണ്ട്, അതിന്റെ എത്രത്തോളം എനർജി കൺസംഷൻസ് ഉണ്ട്, നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ എത്രത്തോളം എനർജി യൂസ് ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട്, ഈ ഒരു പ്രൊട്ടക്റ്റിന് വേണ്ടിയിട്ട്, ഇത് എത്രത്തോളം എനർജി റിലീസ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം എനർജി യൂസ് ചെയ്യുന്നുണ്ട്, ഇത് എത്രത്തോളം പൊല്യൂട്ടൻസിനെ എമിറ്റ് ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റിലേക്ക് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഈ മൊത്തത്തിലുള്ള ഇങ്ങനെയുള്ള ഒരു അസസ്മെന്റിനെയാണ് എന്ത് പറയുന്നത്, ഒരു സമ്മറൈസ് ഒരു അസസ്മെന്റിനെയുള്ള ഈ ഒരു ഡാറ്റ കളക്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടുള്ള ഇത് എൻവയോൺമെന്റിനായിട്ടുള്ള ഇമ്പാക്ട്സ്, എന്തൊക്കെ ഇമ്പാക്ട്സ് ഉണ്ട്, പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് ആണോ നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് ആണോ, ഈ ഒരു അസസ്മെന്റിനെയാണ് ഇമ്പാക്ട് അസസ്മെന്റ് അല്ലെങ്കിൽ തേർഡ് സ്റ്റേജ് ആയിട്ട് തേർഡ് ഫേസ് ആയിട്ട് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്റർപ്രിട്ടേഷൻ. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് മേജർ കോൺട്രിബ്യൂഷൻസ്, സെൻസിറ്റിവിറ്റി അനാലിസിസ്, വാട്ട് ക്യാൻ ബി ലേൺഡ് ഫ്രം സ്റ്റഡി. അതായത് ഇങ്ങനെയുള്ള ഒരു അസസ്മെന്റ് ഒക്കെ നടത്തിയതിനു ശേഷം നമുക്ക് മനസ്സിലാകും, അതിൽ നിന്ന് മനസ്സിലാക്കും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും അല്ലെ, എന്തൊക്കെ ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റും, ഇതെന്തൊക്കെ നമ്മൾ ഇനി അടുത്ത തവണ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതില് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. മൊത്തത്തിലുള്ള ഒരു സമ്മറൈസേഷൻ ഉണ്ട്, ഒരു മൊത്തത്തിലുള്ള ഒരു സമ്മറി ക്രിയേറ്റ് ചെയ്യും. അതിനാണ് എന്ത് പറയുന്നത്, ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 4 സ്റ്റേജസും ഇമ്പോർട്ടന്റ് ആണ്. 4 ഫേസസ് ഓഫ് LCA എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഗോൾ ആൻഡ് സ്കോപ്പ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു കേസ് സ്റ്റഡി, നമ്മൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കാം. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റാസ്, അതിന്റെ ഇൻപുട്സിന് വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുക. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ഇമ്പാക്ട് അസസ്മെന്റ്, ആ ഡാറ്റാസ് ഒക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ക്രോഡീകരിക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, ഇന്റർപ്രിട്ടേഷൻ, അതൊരു സമ്മറി ക്രിയേറ്റ് ചെയ്യുക. അതെന്തൊക്കെയാണ് എൻവയോൺമെന്റിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്, അതിന്റെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും, അതൊന്ന് സമ്മറൈസ് ചെയ്യുക. അത്രയും കാര്യങ്ങളാണ് LCA ഫേസസ് എന്ന് പറഞ്ഞ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലല്ലോ, വോയിസും വീഡിയോ സ്ക്രീനൊന്നും ഡിസ്റ്റർബൻസ് ഇല്ലല്ലോ അല്ലെ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഫേസസ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഓരോന്നും നോക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഗോൾസ് ആൻഡ് പർപ്പസ് ഓഫ് ലൈഫ് സൈക്കിൾ അനാലിസിസ്. LCA ഫസ്റ്റ് സ്റ്റേജ്, ഫസ്റ്റ് ഫേസ്, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമ്മൾ നോക്കാണ്. ഫസ്റ്റ് അതിൽ എന്തൊക്കെ ഇൻവോൾവ് ആണെന്നുള്ളത്, അതില് അനലൈസിങ് ദ ക്വാളിറ്റി ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് എ മെറ്റീരിയൽ ഡ്യൂറിംഗ് ദ ലൈഫ് സൈക്കിൾ ഓഫ് എ പ്രൊഡക്റ്റ്. അപ്പൊ എന്ത് ചെയ്യും, ഫസ്റ്റ് നമ്മൾ അതിന്റെ ഇൻപുട്സിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ഗോൾസും പർപ്പസും നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റഡി എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും, ആ ഒരു ഇൻപുട്ടിന്റെ ഔട്ട്പുട്ടിന്റെ ക്വാളിറ്റി, അതിനെ കുറിച്ചൊക്കെ ഒന്നൊരു സ്റ്റഡി ഉണ്ടാക്കും, ഒന്ന് അനലൈസ് ചെയ്യും. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് ക്വാണ്ടിഫൈങ് ദ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ്, എത്ര ക്വാളിറ്റി എത്ര ക്വാണ്ടിറ്റീസ് വേണം എന്നുള്ളതൊക്കെ ഒന്ന് അസസ് ചെയ്യും. ദെൻ അസസിങ് ദ വേരിയസ് എൻവയോൺമെന്റൽ ഇംപ്ലിക്കേഷൻസ്, അപ്പൊ ആ ഒരു ഇൻപുട്സ്, അതിന് വേണ്ട ഇൻഗ്രീഡിയൻസിന്റെ ഒരു environmental implications ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അസസ് ചെയ്യും. Then using the information collected to improve the various processes involved in life cycle of a product. അപ്പൊ ഒരു പ്രൊഡക്റ്റിന് വേണ്ട എല്ലാ ഇൻഫർമേഷനും എന്ത് ചെയ്യും, കളക്ട് ചെയ്യും ഗോൾസിലൊക്കെ. ഓക്കെ, ആ ഫസ്റ്റ് സ്റ്റേജിൽ. Then making public policies. അപ്പൊ നമുക്കറിയാം ഒരു ISOന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് പ്ലാനിങ് അല്ലെങ്കിൽ പബ്ലിക് പോളിസി ആണ് അല്ലെ. എൻവയോൺമെന്റൽ പോളിസി ആണ് ഫസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേജ്. നമ്മൾ ISOക്ക് ഇതുപോലെ ഫസ്റ്റ് സ്റ്റേജ് ഉണ്ടായിരുന്നു അല്ലെ, എൻവയോൺമെന്റൽ പോളിസി ആയിരുന്നു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ISOന്റെ അണ്ടറിൽ വരുന്ന ഈ LCAയുടെയും എന്ത് വരുന്നു, ഈ ഗോൾസിൽ വരുന്നത് ഫസ്റ്റ് ഒരു പബ്ലിക് പോളിസി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ദെൻ അച്ചീവിങ് സസ്റ്റൈനബിലിറ്റി, ഒരു സസ്റ്റൈനബിലിറ്റിയിലേക്ക് അച്ചീവ് ചെയ്യാം. ദെൻ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ലൈഫ് സൈക്കിൾ ഇൻവെന്ററി അനാലിസിസ്. ഇതിന് LCI എന്നും വെച്ച് നൊട്ടേറ്റ് ചെയ്യും കേട്ടോ. ലൈഫ് സൈക്കിൾ ഇൻവെന്ററിക്ക് നമ്മൾ എന്ത് പറയും, സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള ലൈഫ് സൈക്കിൾ ഇൻവെന്ററിക്ക് എന്തും പറയാം, ഷോർട്ടായിട്ട് LCI എന്നും പറയാം. LCIA എന്നും പറയാറുണ്ട്, LCI എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അതിലുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ലൈഫ് സൈക്കിൾ ഇൻവെന്ററിയിൽ വരുന്ന കാര്യങ്ങള് ഓക്കെ. ലൈഫ് സൈക്കിൾ ഇൻവെന്ററിയിൽ എന്ന് പറയുന്നത് ഡാറ്റ ക്യാൻ ബി പ്രസന്റഡ് ഇൻ ടേബിൾസ് ആൻഡ് സം ഇന്റർപ്രിട്ടേഷൻസ് ക്യാൻ ബി മെയ്ഡ് അറ്റ് ദിസ് സ്റ്റേജ്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ലൈഫ് സൈക്കിൾ ഇൻവെന്ററി എന്ന് പറയുന്നത്, ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ നമുക്ക് അതിന്റെ ഒക്കെ കുറച്ച് എന്തൊക്കെ ഔട്ട്പുട്ട്സും അതിന്റെ ഇൻപുട്സിനെ കുറിച്ച് കുറച്ച് കണ്ടുപിടുത്തങ്ങൾ, അതിനൊക്കെ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്റ്റഡി ഉണ്ടാവുക. ഒന്ന് അനലൈസ് ചെയ്യാം ഇതിന്റെ ഉള്ള എന്തൊക്കെ റോ മെറ്റീരിയൽസ് ആണ്,
ഇതിന്റെ ഔട്ട്പുട്ട്സ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് നന്നായിട്ട് ഡീപ്പായിട്ടൊന്ന് സ്റ്റഡി ചെയ്യുക. അതിന്റെ ഡാറ്റ അത് കളക്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്തിട്ട് ടേബിൾ ആയിട്ടോ അന്ന് ഇന്റർപ്രറ്റ് ചെയ്യുക, പ്രസന്റ് ചെയ്യുക. ഓക്കെ, അതിന്റെ ഒരു ടേബിൾ ആയിട്ട് അത് പ്രസന്റ് ചെയ്യുക. അപ്പൊ ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ലൈഫ് സൈക്കിൾ ഇൻവെന്ററി അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ മെറ്റീരിയൽസ്, എനർജി, വാട്ടർ, എയർ ഇത്രയും കാര്യങ്ങളൊക്കെ ഇൻപുട്സ് ആയിട്ട് വരും. ദെൻ അതിന്റെ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് മെറ്റീരിയൽസ് അക്വിസിഷൻ, ഫോർമുലേഷൻ, പ്രോസസിംഗ് ആൻഡ് മാനുഫാക്ചറിങ്, പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡക്റ്റ് യൂസ്, റീസൈക്കിൾ പ്രൊഡക്ട്സ്, കമ്പോണൻസ്, മെറ്റീരിയൽസ്, വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ അതിന്റെ പ്രോസസ്സിംഗിന്റെ ഭാഗമായിട്ട് ഇത്രയും കാര്യങ്ങൾ വരും അല്ലെ. ഇത്രയും ഇൻപുട്സ് ഒക്കെ എന്ത് ചെയ്യും, അത് പ്രോസസ്സിംഗ് ചെയ്യും. പ്രോസസ്സിംഗിന്റെ അതിന്റെ കൂടെ തന്നെ എന്തൊക്കെ ഇൻവോൾവ് ആവും, പണ്ടുണ്ടായിരുന്ന എന്തെങ്കിലും റീസൈക്കിൾ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടോ, അതൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വരും അല്ലെ. ഇപ്പം പഴയ എന്തെങ്കിലും പ്രൊഡക്ട്സ്, ഇപ്പം പ്ലാസ്റ്റിക്സിന്റെ ഒക്കെ കാര്യങ്ങളാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ പുതിയ ഇൻഗ്രീഡിയൻസ് മാത്രമല്ല, അതിൽ പഴയതായിട്ടുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് റീഫോം ചെയ്യാൻ പറ്റുന്ന, റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഈ ഒരു പ്രോസസ്സിംഗിൽ ഇൻവോൾവ് ആവും. ഓക്കെ, പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ ആ പ്രോസസ്സിംഗിൽ വരുന്നതാണ്. ദെൻ ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ പ്രൊഡക്റ്റ്. പ്രിൻസിപ്പൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ളത്, ആ പ്രൊഡക്റ്റ്, അതിനാണ് പ്രിൻസിപ്പൽ പ്രൊഡക്റ്റ്, മെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. ഇപ്പൊ ഒരു പെന്നാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ പെന്നിനെയാണ് എന്ത് പറയുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇൻപുട്സ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ പെന്നിനെയാണ് പ്രിൻസിപ്പൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. കോ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താ, അതിന്റെ ഒരു പെണ്ണ് ഉണ്ടാക്കുമ്പോൾ ഒരു പെന്ന് മാത്രമായിട്ടുള്ള പ്രൊഡ്യൂസ് ചെയ്യുക, അതിന് കുറച്ച് വേസ്റ്റും വരും അല്ലെ. അതിന് കുറച്ച് ഇപ്പം പ്ലാസ്റ്റിക് വേസ്റ്റ് ആയിട്ട് വരും, അങ്ങനെ കുറച്ച് കോ പ്രൊഡക്ട്സ് വരും. അതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല, അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വരും. ഇതിനാണ് കോ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. പിന്നെ വാട്ടർ എഫ്ലുവൻസ്, എയർബോൺ എമിഷൻസ്. അപ്പൊ എത്രത്തോളം വാട്ടർ അല്ലെ, വാട്ടറും എമിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എയർബോൺ എമിഷൻസ് ഉണ്ടാകും, എയർ പൊല്യൂട്ടൻസ് ഉണ്ടാകും. സോളിഡ് ആയിട്ടുള്ള വേസ്റ്റ് ഉണ്ടാവും, ഇതുപോലെ പ്ലാസ്റ്റിക്കും മെറ്റൽസും ഒക്കെ ആയിട്ടുള്ള സോളിഡ് ആയിട്ട് വേസ്റ്റ് ഉണ്ടാവും. അതർ എൻവയോൺമെന്റൽ ഇന്ററാക്ഷൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ കൂടാതെ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് വഴി പല തരത്തിലുള്ള ഔട്ട്പുട്ട്സ് ഉണ്ടാകുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ ഒരു പ്രൊഡക്റ്റും ഒരു ഔട്ട്പുട്ട് ആയിട്ടുണ്ടാവും. അതിന് മെയിൻ പ്രിൻസിപ്പൽ ഔട്ട്പുട്ട് എന്ന് പറയും. ദെൻ കോ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതിന്റെ കൂടെ വരുന്ന കുറച്ച് ഔട്ട്പുട്ട്സ് ഉണ്ടാകും. ദെൻ വാട്ടർ എഫ്ലുവൻസ് എന്ന് പറഞ്ഞാല് അതിന്റെ എന്തൊക്കെ വാട്ടർ എത്രത്തോളം അതിന്റെ കൂടെ എമിഷൻസ് ഉണ്ടാകും. ദെൻ എയർബോൺ എമിഷൻസ് ഉണ്ടാകും, എയറിലേക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇതിന്റെ ഈ പ്രൊഡക്റ്റിന്റെ ഭാഗമായിട്ട്, പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് എമിഷൻസ് ഉണ്ടാകും. സോളിഡ് ആയിട്ടുള്ള വേസ്റ്റ്സ് ഉണ്ടാകും. ഒരു പെന്ന് നിർമ്മിക്കുന്ന സമയത്ത് അതിന്റെ പ്ലാസ്റ്റിക് വേസ്റ്റ്സ് ഉണ്ടാവും അല്ലെ, അതിന്റെ കുറച്ച് അറ്റങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന അങ്ങനത്തെ കുറച്ച് വേസ്റ്റ്സ് ഉണ്ടാകും. പിന്നെ അതർ എൻവയോൺമെന്റൽ ഇന്ററാക്ഷൻസ്, പിന്നെ എന്തൊക്കെയാണ് അതിന്റെ ഈ ഒരു പ്രൊഡക്റ്റ് വഴി നമ്മുടെ എൻവയോൺമെന്റിൽ വേറെ എന്തൊക്കെയാണ് ഇന്ററാക്ഷൻസ് ഉള്ളത്, അതൊക്കെ ആണ് ഔട്ട്പുട്ട്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മൊത്തം ഇങ്ങനെയുള്ള ഒരു ഡാറ്റ കളക്ഷൻ അനാലിസിസിനെയാണ് എന്ത് പറയാ, ലൈഫ് സൈക്കിൾ ഇൻവെന്ററി എന്ന് പറയുന്നത്. ഇൻപുട്ട് എന്താ നോക്കുക, ഇങ്ങനെയുള്ള ടേബിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന, ഇങ്ങനെ ഒരു അസസ് ചെയ്യുന്നതിനെയാണ് ലൈഫ് സൈക്കിൾ അനാലിസിസ്. അതായത് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ലൈഫ് സൈക്കിൾ ഇൻവെന്ററി അനാലിസിസ്. ഓക്കെ, ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് impact assessment, and fourth one is interpretation. Impact assessment എന്ന് പറയുന്നത്, this phase is required for the evaluation of how significant the potential environmental implication is. The impact is a set of consequences of the human health and welfare of flora and fauna and future availability of resources which attributes to the input and output of the system. ലൈഫ് സൈക്കിൾ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്, ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻവെന്ററി അനാലിസിസ് ഈസ് ഫോളോഡ് ബൈ ഇമ്പാക്ട് അനാലിസിസ്. അപ്പൊ ഇൻവെന്ററി അനാലിസിസ് നമ്മൾ നേരത്തെ പറഞ്ഞ സെക്കൻഡ് ഇൻവെന്ററി അനാലിസിസിന്റെ തുടർച്ചയാണ് എന്തെന്ന് പറയുന്നത്, ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി, അപ്പൊ അത് എന്തൊക്കെയാണ്, പിന്നെ നമ്മുടെ എൻവയോൺമെന്റിൽ എന്തൊക്കെ ഇംപ്ലിക്കേഷൻസ് ആണ് അതുകൊണ്ട് വരുന്നത് എന്നുള്ള ഒരു കേസ് സ്റ്റഡി, അതിന്റെ ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഒരു അസസ്മെന്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്. മൊത്തം ഇത്രയും കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ബൈ പ്രൊഡക്ട്സ്, ഔട്ട്പുട്ട്സ് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഈ ഔട്ട്പുട്ട്സ് ഒക്കെ എത്രത്തോളം നമ്മുടെ എൻവയോൺമെന്റിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്, അതിനെയാണ് പിന്നെ നമ്മുടെ ഈ ഇങ്ങനെയുള്ള ഇൻപുട്ട് നമുക്ക് എത്രത്തോളം നമുക്ക് നാച്ചുറൽ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് അല്ലെ. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇൻപുട്സ് വേണം അല്ലെ. ഈ ഇൻപുട്സ് എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് അവൈലബിൾ ആണോ, നമുക്ക് ഇനിയും ഭാവിയിലും അത് സുരക്ഷിതമായിട്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള നമുക്ക് അതിന്റെ ഒരു കൺസപ്ഷൻ ഉറപ്പുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാം, ഒന്ന് അസസ് ചെയ്യാം. അതിനാണ് ആ ഒരു അസസ്മെന്റിനെയാണ് ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നാച്ചുറൽ ആയിട്ട് അത് എന്തൊക്കെ ഇമ്പാക്ട്സ് ഈ ഒരു പ്രൊഡക്റ്റ് വഴി എന്തൊക്കെ ഇമ്പാക്ട് ആണോ വരുന്നത്, ആ ഒരു അസസ്മെന്റിനെയാണ് ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇൻവെന്ററി അനാലിസിസിന്റെ തൊട്ട്
ഫോളോ ചെയ്ത് വരുന്ന ഒരു അസസ്മെന്റ് അല്ലെങ്കിൽ അനാലിസിസിനാണ് ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഇമ്പാക്ട് അസസ്മെന്റിന് ശേഷം ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്റർപ്രിട്ടേഷൻ. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് കോർഡിനേറ്റ് ചെയ്യാം ഈ എല്ലാ ഡേറ്റാസും. ഇങ്ങനെയുള്ള അനാലിസിസ് ഒക്കെ നടത്തിയതിനു ശേഷം നമുക്കൊരു കാര്യം മനസ്സിലാക്കും. ഒരു സമ്മറൈസേഷൻ ഉണ്ടാവും അല്ലെ, ഒരു സമ്മറി നമുക്ക് മനസ്സിലാക്കും. ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് നമ്മുടെ ഹെൽത്തിനും നമ്മുടെ ഫ്യൂച്ചറിനൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇത് കുഴപ്പമൊന്നുമില്ല, നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം, ഈ പ്രൊഡക്റ്റ് നമ്മൾ ഈ ഭാവിയിലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ പ്രൊഡക്ഷൻ കൊണ്ട് നമുക്ക് ദോഷങ്ങളൊന്നും വരുന്നില്ല. അങ്ങനെയുള്ള ഒരു സമ്മറൈസേഷൻ നമുക്ക് കിട്ടും. നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ എൻവയോൺമെന്റില് ദോഷമൊന്നും വരുത്തുന്നില്ല, അധികം ദോഷങ്ങളൊന്നും വരുത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇത് നല്ല ഒരു കുഴപ്പമില്ലാത്ത നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്നുള്ള ഒരു സമ്മറൈസേഷന് നമ്മൾ എത്തും. അഥവാ ബാഡ് ആയിട്ടുള്ള പല എൻവയോൺമെന്റൽ ഇഷ്യൂസും വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ഇതിന് ഇങ്ങനത്തെയുള്ള ഇഷ്യൂസ് ഉണ്ട്, ഭാവിയിൽ എൻവയോൺമെന്റിനെ ഇത് ഡാമേജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ നമുക്കൊരു സമ്മറൈസേഷൻ കിട്ടും. അപ്പൊ അതിനെയാണ് ഇന്റർപ്രിട്ടേഷൻ. ഇത്രയും ഡാറ്റ അനാലിസിസിനൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ക്രോഡീകരിക്കുക, ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക. ഇതിനാണ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, it is a method to identify, quantify, check and evaluate the information collected from the LCI, that is life cycle inventory, and LCIA, life cycle impact assessment. Interpretation phase includes the summarization of the results in the above two phases. Interpretation is required to check the accuracy of the result and communicate them accurately. അപ്പൊ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ഈ ഇമ്പാക്ട് അസസ്മെന്റും ഇൻവെന്ററി അനാലിസിസിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം, മൊത്തത്തിൽ ഒന്ന് സമ്മറൈസ് ചെയ്യാം. അത് നമുക്ക് ഇനി ഭാവിയിൽ നമുക്ക് ഇൻപുട്സ്, അതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണോ, ഔട്ട്പുട്ട് കൊണ്ട് നമുക്ക് ദോഷങ്ങളൊന്നും വരുന്നില്ലേ, അങ്ങനെയുള്ള മൊത്തത്തിലുള്ള ഒരു ഇവാലുവേഷൻ, ഒരു സമ്മറൈസേഷനെയാണ് എന്ത് പറയുന്നത്, ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ലാസ്റ്റ് സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ്, അതായത് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ നിർമ്മിച്ചത് കൊണ്ട് ഇത് ഭാവിയിൽ എന്തെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഡികമ്പോസിഷൻ സ്യൂട്ടബിൾ ആണോ, അതായത് ഭാവിയിൽ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ എൻവയോൺമെന്റിലേക്ക് എന്തെങ്കിലും പൊല്യൂഷന് കാരണമാകുന്നുണ്ടോ, എൻവയോൺമെന്റിൽ എന്തെങ്കിലും ഇമ്പാക്ട് വരുത്തുന്നുണ്ടോ എന്നുള്ളത്, അതിന്റെ ലൈഫ് എൻഡ് വരെയുള്ള പ്രോസസ്സ്, അത് ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുന്നത് വരെയുള്ള ആ ഒരു സ്റ്റേജ് വരെ ഇതിന് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടോ എന്നുള്ളതിനെ ഒന്ന് അസസ് ചെയ്യുക, ഒന്ന് ക്രോഡീകരിക്കുക, ഒന്ന് സമ്മറൈസ് ചെയ്യുക. ഇതിനാണ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ലാസ്റ്റ് സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ 4 സ്റ്റേജസ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. 4 phases ഓഫ് LCA എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് വൺ ഗോൾ ആൻഡ് സ്കോപ്പ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലൈഫ് സൈക്കിൾ ഇൻവെന്ററി അനാലിസിസ്, ദെൻ തേർഡ് വൺ ഇമ്പാക്ട് അനാലിസിസ്, ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഇന്റർപ്രിട്ടേഷൻ. ഇത്രയും 4 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഐഎസ്ഒയുടെ കാര്യത്തിലും ഉണ്ടായിരുന്നു, എൻവയോൺമെന്റൽ പോളിസി എന്നൊക്കെ പറഞ്ഞിട്ട് ചെക്ക് ചെയ്യുക, അങ്ങനെയുള്ള സ്റ്റേജസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ക്ലിയർ അല്ലേ? ഒന്ന് റെസ്പോണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഓഫ് എ പേപ്പർ. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പേപ്പറിന്റെ കാര്യത്തിൽ നമ്മൾ ന്യൂസ് പേപ്പർ ഉണ്ടാവില്ല, നമ്മൾ സാധാരണ പേപ്പർ, ആ പേപ്പറിന്റെ ലൈഫ് സൈക്കിൾ, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ 2050 ആകുമ്പോഴേക്കും നമ്മൾ ഈ പേപ്പർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ധാരാളം മരങ്ങളാണല്ലോ, ട്രീസ് ആണല്ലോ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് അല്ലെ. പേപ്പർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ട്രീസ് ആണ്. അപ്പൊ ധാരാളം ട്രീസ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്. നമുക്കിപ്പൊ പേപ്പർ ഇല്ലാതെ ഇപ്പൊ നമ്മുടെ കോളേജിന്റെ കാര്യം എടുത്താൽ തന്നെ നമുക്ക് പേപ്പർ ഇല്ലാത്ത ഒരു അവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്ലെ. ഇപ്പൊ പല ഫീൽഡ്സിലായാലും പേപ്പർ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്, ഒരു മെയിൻ ആയിട്ടുള്ള ഒരു തിങ് ആണ് അല്ലെ, അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പൊ ഈ പേപ്പറിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ധാരാളം ട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ലൈഫ് സൈക്കിൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒരു അനാലിസിസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ട്രീസ് ആർ കട്ട് ഡൗൺ ഇൻ ഫോറസ്റ്റ് ആൻഡ് കമ്പൈൻഡ് വിത്ത് റീസൈക്കിൾഡ് പേപ്പർ. ഫസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ ട്രീസ് കട്ട് ചെയ്യും, എന്നിട്ട് അത് റീസൈക്കിൾഡ് പേപ്പർ, നമ്മൾ ഫസ്റ്റ് പഴയ പേപ്പറൊക്കെ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി കൊടുക്കും അല്ലെ. പഴയ നമ്മുടെ വീട്ടിലുള്ള പഴയൊക്കെ ബുക്സ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ. അതെന്ത് ചെയ്യുന്നു, അവരെന്താ ചെയ്യുക, അത് റീസൈക്കിൾ ചെയ്തിട്ട് പുതിയ പേപ്പർ ആക്കിയിട്ട് മാറ്റും. പ്ലാസ്റ്റിക് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പം ഈ ട്രീസ് കട്ട് ചെയ്ത ട്രീസ് എന്ത് ചെയ്യും, ഈ റീസൈക്കിൾഡ് പേപ്പറുമായിട്ട് കമ്പൈൻ ചെയ്യും. എന്നിട്ട് അത് എങ്ങോട്ടാ പോകുന്നത്, ദിസ് മിക്സ്ചർ ഈസ് കൺവേർട്ടഡ് ടു വുഡ് പൾപ്പ് ആൻഡ് ദെൻ പ്രോസസ്ഡ് ഇൻ ടു ലാർജ് റോൾസ് ഓഫ് പേപ്പർ. ഇങ്ങനെയുള്ള ഈ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഈ ഒരു മിക്സ്ചർ, ട്രീസും റീസൈക്കിൾഡ് പേപ്പറും തമ്മിലുള്ള ഈ ഒരു മിക്സ്ചർ എന്ത് ചെയ്യും, വുഡ് പൾപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യും.
ഒരു വുഡ് പൾപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആൻഡ് ദെൻ പ്രോസസ്ഡ് ഇൻ ടു ലാർജ് റോൾസ് ഓഫ് പേപ്പർ. എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ വലിയ റോൾസ് ഓഫ് പേപ്പർ ആയിട്ട് അതിനെ മാറ്റിയെടുക്കും, പ്രോസസ് ചെയ്തെടുക്കും. And then that goes to rolls of paper are used to produce the daily newspaper and magazines that we all read. അപ്പൊ ഇങ്ങനെയുള്ള വലിയ റോൾസ് ഓഫ് പേപ്പേഴ്സ് ഉണ്ടാവുക. അപ്പൊ അതൊക്കെ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യും, നമ്മൾ മാഗസിൻസും ന്യൂസ് പേപ്പേഴ്സും നമ്മളെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ആയിട്ട് മാറ്റാനായിട്ട് യൂസ് ചെയ്യും. അപ്പൊ അത് പിന്നെ പോകുന്നത് എന്താ, അത് നമ്മൾ യൂസ് ചെയ്ത ഈ മാഗസിൻസും ന്യൂസ് പേപ്പർ ഒക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, ആഫ്റ്റർ റീഡിങ് ദി ന്യൂസ് പേപ്പർ ആർ പുട്ട് ഇൻ റീസൈക്കിൾ ബിൻസ് ഓർ ദേ എൻഡ് അപ്പ് ഇൻ ലാൻഡ്ഫിൽ സൈറ്റ്സ്. Some newspapers are shredded and used to protect goods inside packages. അപ്പൊ എന്ത് ചെയ്യും, നമ്മള് ഇങ്ങനെയുള്ള ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ സാധാരണഗതിയിൽ എന്താ ചെയ്യാ, ഒന്നെങ്കിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കും, റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പുതിയ ആരെങ്കിലും വന്ന് കൊടുക്കുകയാണെങ്കിൽ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് സൂക്ഷിച്ചു വെക്കും അല്ലെ, അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് പൈസ കിട്ടും, അവർക്ക് നമ്മൾ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും. ഓക്കെ. അപ്പൊ പിന്നെ ചില ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ട് എന്താ ചെയ്യാ, വേസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ നമ്മൾ ലാൻഡ്ഫിൽ ചെയ്യും, നമ്മൾ അല്ലെ വലിച്ചെറിയും. ലാൻഡ്ഫിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് തന്നെ ഇടും, അതിനാണ് ലാൻഡ്ഫിൽ എന്ന് പറയുന്നത്. സം ന്യൂസ് പേപ്പേഴ്സ് ആർ ഷ്രെഡഡ് ആൻഡ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് ഗുഡ്സ് ഇൻസൈഡ് പാക്കേജസ്. അപ്പൊ ചില പേപ്പേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഗുഡ്സ് ഒക്കെ അതിന്റെ പാക്കേജസ് ഒക്കെ ആയിട്ട് നമ്മൾ അല്ലെ, ഇൻസൈഡ് പാക്കേജസ് ഒക്കെ ആയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യും അല്ലെ. ഇങ്ങനെയുള്ള ന്യൂസ് പേപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യും അല്ലെ, നമ്മൾ എന്തെങ്കിലും പൊതിഞ്ഞ് സൂക്ഷിക്കും അല്ലെ, പിന്നീട് ഭാവിയിൽ ഇത് തന്നെ വേറെ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെയും ചെയ്യാം. നമ്മുടെ ന്യൂസ് പേപ്പേഴ്സ് റീസൈക്കിൾ ചെയ്യാൻ പെട്ടെന്ന് കൊടുക്കുക അല്ലാതെ നമ്മൾ ചിലതൊക്കെ എന്ത് ചെയ്യും, എന്തെങ്കിലും പൊതിഞ്ഞു വെക്കാനോ നമ്മുടെ ഷെൽസ് ഒക്കെ ക്ലീൻ ചെയ്തിട്ട് അതൊക്കെ ഒന്ന് സേഫ് ആക്കി വെക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ. Then that goes to newspapers from recycle bins are processed back into pulp. അങ്ങനെ റീസൈക്കിൾ ബിന്നിലേക്ക് പോയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സ് പിന്നെ എന്ത് ചെയ്യും, ഈ ട്രീസിന്റെ കൂടെ റീസൈക്കിൾഡ് ആയിട്ട് പിന്നെ ഒരു പേപ്പർ ആയിട്ട് മാറാനായിട്ട് മിക്സ്ഡ് ആയിട്ട് പോകും. Then it is combined with the new pulp from trees and processed into large rolls of paper. പിന്നെ അത് എന്ത് ചെയ്യും, ആ റീസൈക്കിൾഡ് പേപ്പർ പിന്നെ ഒരു ലാർജ് പ്രോസസ് ഓഫ് പേപ്പർ ആയിട്ട് മാറും. Okay, then that goes to rolls of paper are used to produce the daily newspaper. And അപ്പൊ ഇങ്ങനെ വന്ന സാധനം പിന്നെ എന്തായിട്ട് വരും, പിന്നെ മാഗസിനോ ന്യൂസ് പേപ്പർ ഒക്കെ ആയിട്ട് പിന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്, ഒരു പേപ്പറിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പേപ്പർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ധാരാളം ട്രീസ് നമ്മൾ എൻവയോൺമെന്റിൽ നിന്ന് എടുക്കുന്നുണ്ട് എന്നാ പറയുന്നത്. എത്രയോ കൂടുതലായിട്ടുള്ള ട്രീസ് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത് ഈ പേപ്പറിന്റെ യൂസിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതിന് എൽ സി ഒക്കെ എല്ലാത്തിനും പോലെ എൽ സി എക്കും അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പൊ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നോക്കാം. എൽ സി എ അലോസ് അനാലിസിസ് ഓഫ് ഓൾ സ്റ്റെപ്സ് വിത്തിൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് എ പ്രൊഡക്റ്റ്. അപ്പൊ ഒരു പ്രൊഡക്റ്റിന്റെ മുഴുവൻ ലൈഫ് സൈക്കിളും അനാലിസിസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എൽ സി എന്ന് പറയുന്നത്. അത് മൊത്തം ഒന്നും ഒഴിവാക്കാതെ മൊത്തം പ്രോസസ്സും അനലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എൽ സി എസ് ഓഫർ വാല്യുബിൾ ക്വാണ്ടിറ്റേറ്റീവ് കമ്പാരിസൺസ്. എന്ത് ചെയ്യുന്നുണ്ട്, കമ്പാരിസൺസ് അല്ലെ, എങ്ങനെയുണ്ട് അങ്ങോട്ട് ഒരു പ്രൊഡക്റ്റും മറ്റൊരു പ്രൊഡക്റ്റും തമ്മിലുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഒരു കമ്പാരിസൺസ് എന്ത് ഓഫർ ചെയ്യുന്നുണ്ട്, എൽ സി എ ഓഫർ ചെയ്യുന്നുണ്ട്. എൽ സി എ വഴി നമുക്ക് അങ്ങനെ ഒരു കമ്പാരിസൺ പോസിബിൾ ആണ്. എൽ സി എസ് ക്യാൻ സെർവ് ആസ് ആൻ എഫക്റ്റീവ് മാർക്കറ്റിംഗ് ടൂൾ വെൻ യൂസ്ഡ് അപ്രോപ്രിയറ്റ്ലി. നമ്മൾ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എഫക്റ്റീവ് മാർക്കറ്റിംഗ് ടൂൾ ആയിട്ട് നമുക്ക് എന്തിനു യൂസ് ചെയ്യാം, എൽ സി എനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എൽ സി എസ് ആർ കറന്റ്ലി ബിക്കമിങ് എ ഹോട്ട് ബട്ടൺ ഇഷ്യൂ ഇൻ ഇൻഡസ്ട്രി ആൻഡ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ അലൈക്ക്. അപ്പൊ ഇപ്പൊ നിലവിലുള്ള ഇൻഡസ്ട്രിയിലും റെഗുലേറ്ററി ഓർഗനൈസേഷനിലൊക്കെ ഒരു മെയിൻ ഹോട്ട് ബട്ടൺ ആയിട്ട് ഇപ്പൊ നിൽക്കുന്ന ഒന്നാണ് എൽ സി എന്ന് പറയുന്നത്. ഇപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ. അപ്പൊ ഇതിന് അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പൊ ഡിസഡ്വാൻറ്റേജസ് ആണ് നോക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കംപ്ലീറ്റിംഗ് എ ഫുൾ ലൈഫ് സൈക്കിൾ അനാലിസിസ് ഈസ് കോംപ്ലിക്കേറ്റഡ് പ്രൊഡക്ട്സ് in much easier said than done. The larger your scope, the more complicated the LCA. അപ്പൊ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്, ഒരു ടെക്നിക്കാണ്. എന്നുവെച്ചാൽ ഫസ്റ്റ് അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ അനാലിസിസ് ചെയ്യണം അല്ലെ. അപ്പൊ ഇതിന്റെ സ്കോപ്പും ഗോൾസും കൂടുതലാണെങ്കിൽ, ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്കോപ്പും ഗോൾസും കൂടുതലാണെങ്കിൽ അത്രത്തോളം അതിന്റെ ആ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. എൽ സി അനാലിസിസ് എന്ന് പറയുന്നത് അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. അപ്പൊ ഫസ്റ്റ് നമ്മളൊരു പ്രൊഡക്റ്റിന്റെ യൂസ്, അതിന്റെ സ്കോപ്പും ഗോൾസും കൂടുതലായിട്ട് വരികയാണെങ്കിൽ അതിന്റെ ലൈഫ് സൈക്കിൾ അനാലിസിസ് എന്ന് പറയുന്നത് ഇപ്പം ഏതൊക്കെ ഫീൽഡ്സിൽ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് കാര്യമുണ്ട്, അപ്പൊ അത്രയും ഫീൽഡ്സിനെ വരെ നമ്മൾ പിന്നെ അനാലിസിസ് ചെയ്യേണ്ടി വരും. അപ്പൊ കോംപ്ലിക്കേഷൻ കൂടും.
അപ്പൊ അതാണ് പറയുന്നത് ഇതൊരു കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ ആണെന്ന് പറയുന്നത്. അതൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, റിക്വയർസ് കംപ്ലീറ്റ് ഡേറ്റ വിച്ച് സംടൈംസ് ആർ വെരി ഡോണ്ടിങ്. അപ്പം ഇതിനെന്ന് വെച്ചാൽ ഈ ഒരു LCA മുന്നോട്ട് പോകണമെങ്കിൽ ഇതിന് മൊത്തം കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ ഇതിന് അവൈലബിൾ ആണ്, വേണം. ഇതിനൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഡേറ്റ അനാലിസിസ് വേണം. അപ്പൊ നമുക്ക് അതിന്റെ വേണ്ട എല്ലാ ഡേറ്റാസും നമുക്കതിന് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ ഡേറ്റാസും കിട്ടാന്നുള്ളതും അത്രത്തോളം പോസിബിൾ അല്ല. അപ്പൊ അതും ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാം. കുറച്ച് ഡേറ്റാസ് മാത്രം വേണം, കംപ്ലീറ്റ് മുഴുവനായിട്ടുള്ള ഡേറ്റാസും അതിന് റിക്വയർഡ് ആയിട്ട് വേണം. ഓക്കെ, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് LCS ഡിപ്പെൻഡിങ് ഓൺ ദി സ്പെസിഫിക് പ്രൊഡക്റ്റ് ഓർ പ്രോസസ് ക്യാൻ ബി വെരി ടൈം ഇന്റൻസീവ്. അതായത് ഒരു LCA എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഒരു ടൈമിലുള്ള ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റിനെ അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതും എന്താ പറയാ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ദെൻ ലാക്ക് ഓഫ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ്, ഇതിനൊരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിന്റെ ഒരു കുറവുണ്ട്. അതെന്ന് പറയുന്നതും ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് LCAന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ? LCAനെ കുറിച്ച് പറഞ്ഞതൊക്കെ ക്ലിയർ ആണല്ലോ? ഓക്കെ, നമ്മൾ LCA നെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് നോട്ട്സ് നോക്കാം കേട്ടോ. ഇപ്പൊ LCA എന്താണെന്നുള്ളത് പറഞ്ഞു. LCA എന്ന് പറയുന്നത് ലൈഫ് സൈക്കിൾ അസസ്മെന്റ്, അത് എന്താണെന്നുള്ളത് പറഞ്ഞു. ദെൻ സ്റ്റേജസ് പറഞ്ഞു. ദെൻ ISO എങ്ങനെ ഡിഫൈൻ ചെയ്തെന്ന് പറഞ്ഞു. ദെൻ ടൈപ്സ് ഓഫ് LCA, ദെൻ ഫേസസ് ഓഫ് ലൈഫ് സൈക്കിൾ അനാലിസിസ്. ഫേസസ് ഓഫ് LCA എന്ന് പറഞ്ഞത് ഓരോന്നും എന്തൊക്കെയാന്നുള്ളത് ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കി. ദെൻ ഒരു പേപ്പറിന്റെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്താണെന്നുള്ളത് നമ്മൾ നോക്കി. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. നാളെ ഞാൻ ഫേസസ് ഒക്കെ ചോദിക്കും കേട്ടോ, പഠിച്ചിട്ട് വരണം.